ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ പോകുന്നത് ടീൻസാനിയ പാർക്കിലേക്കാണ്. ലക്കിടിയുള്ള ടീൻസാനിയ പാർക്കിലേക്ക് പോകുന്ന വഴിക്ക് അവിടെയുള്ള റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു. റെസ്റ്റോറൻറ്റ് പേര് ഓലൻ എന്നാണ്. നല്ല അടിപൊളി ഫുഡാണ്. പിന്നെ ഈ ഹോട്ടലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ അതിമനോഹരമാണ്. പിന്നെ ഫുഡ് കഴിച്ച് നമ്മൾ നേരെ ലക്കിടിക്കുള്ള യാത്രയിലാണ്. വഴിയോര കാഴ്ചകൾ അതിമനോഹരമാണ്. അങ്ങനെ നമ്മൾ ലക്കിടി എത്തി. ടീൻസാനിയ പാർക്കിലേക്കുള്ള ടിക്കറ്റ് എടുത്തു. അതിൻ്റെ മനോഹരമായ എൻട്രൻസിലൂടെ കയറി ഒരു കേവാണുള്ളത്. കേവിൻ്റെ ഉള്ളിൽ കൂടെ കയറി പുറത്തേക്ക് ഇറങ്ങാം. രണ്ട് ഓപ്പണിംഗ് ഉണ്ട്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡ്. അത് ലെഫ്റ്റ് സൈഡ് തുറക്കുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ്. ഞാനിന്ന് ഫ്ലോട്ടിംഗ് മാർക്കറ്റും അതിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളും ആദ്യം കാണിച്ചു തരാം. പിന്നീടുള്ള വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം, കിഡ്സ് പ്ലേ ഒക്കെ. ഇതാണ് ഇതിൻ്റെ ഔട്ട്സൈഡ് വ്യൂ. ഒരു ചെറിയൊരു വെള്ളച്ചാട്ടവും ഒരു ചെറിയൊരു അരുവി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല മനോഹരമായ രീതിയിൽ. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. ഇത് ക്രമീകരിച്ചിരിക്കുന്ന ഒരു തോടിൻ്റെ രണ്ട് കരകളിലായിട്ടാണ്. നല്ല മനോഹരമായ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ് ഇവിടെ കിട്ടുന്നത്. ഒത്തിരി ഐറ്റംസ് ഉണ്ട്. നൈറ്റ് ഷോപ്പിംഗ് ആണ് ഇവർ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. ഇത് രാത്രി 12 മണി വരെ ഉണ്ടാവും ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. കേരളത്തിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ ഇതിന് വിശേഷിപ്പിക്കാം. ഇന്ത്യയിൽ തന്നെ വേറെ എവിടെയും ഉണ്ടോ എന്ന് അറിയത്തില്ല. തായ്ലൻഡിലൊക്കെ ഇതുപോലുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഒത്തിരി ഉണ്ട്. ക്രാഫ്റ്റ്, ഗാർണമെൻറ്റ്സ്, ഹണി ഐറ്റംസ്, സ്പൈസസ് എന്ന് വേണ്ട ഒരുമാതിരിയുള്ള എല്ലാ സാധനങ്ങളും ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കോഫി, ടീ എല്ലാം കിട്ടും ഇവിടെ. ഒത്തിരി ഹണി ഉൽപ്പന്നങ്ങൾ കാണാൻ കഴിഞ്ഞു. ഹണിയുടെ ഷാംപൂ, അതുപോലെ തന്നെ ഫേസ് വാഷ്, ക്രീമുകൾ, ഒത്തിരി ഐറ്റംസ് ഉണ്ട് ഇവിടെ, ഹണിയുടെ ഉൽപ്പന്നങ്ങൾ.
ഇന്നലെ ഭയങ്കര മഴയായതുകൊണ്ട് ഇന്ന് ഫാമിലി പൂൾ ഇവിടെ ഈ സ്ഥലത്ത് വെള്ളമെല്ലാം ക്ലീനിങ്ങിനിട്ടേക്കുന്നത് കാരണം റൈഡ്സൊന്നും ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ള നോർമൽ റൈഡുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഇത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ്. കോടമഞ്ഞും ഒക്കെ കാണാൻ